മലപ്പുറത്തിന്റെ ജനകീയനായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മുരളി, ബഹുമാനപ്പെട്ട PA മുഹമ്മദ് റിയാസ്, GRL മിനിസ്റ്റർ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീന രാജേന്ദ്രൻ, വേദിയിലെ വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളിലെ പ്രിയപ്പെട്ട നേതാക്കൾ, ജനപ്രതിനിധികൾ, PWD ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ പറഞ്ഞതൊന്നും ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. പക്ഷെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ MLA അവസാനിപ്പിച്ചിരുന്നാണ് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ യാത്രാ ക്രമീകരണങ്ങൾ വേണ്ടി വരും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വ്യാപകമായ മാധ്യമ പ്രചരണം തന്നെ. എന്നോട് തന്നെ പലരും ഈ ഓട്ടോക്കാരും വണ്ടിയിൽ ഓട്ടോയിൽ ചേർന്നോ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോഴോ ഒക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴോ എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാതിരുന്നത്? വലിയ നിർമ്മാണ പ്രവർത്തനം സ്മാർട്ട് സിറ്റി ഭാഗമായി നടന്നതിന്റെ ഭാഗമായിട്ടാണ്. ആ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്ന ക്രമീകരണത്തിന്റെ കാലമുണ്ടല്ലോ, നിർമ്മാണ കാലം. നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് വിനയപുരസ്സരം നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പദ്ധതിയുടെ പ്രാഥമിക ദശ മുതൽ ബഹുമാനപ്പെട്ട മുൻ MLA ഇവിടുന്ന് പോയി ആ കാലഘട്ടം മുതലുള്ള നമ്മുടെ ആവശ്യമാണ്. ഇത് പല ഘട്ടത്തിലേക്ക് കടന്നു വന്നു. 2016 കിഫ്ബി യാഥാർത്ഥ്യമായതോടെ, കിഫ്ബി കൂടുതൽ ശക്തിപ്പെട്ടതോടെ ഇതിനാവശ്യമായ ഭീമമായ തുക, മേൽപ്പാലം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ്. ഇവിടെ അടങ്കൽ തുകയെ കുറിച്ച് പരാമർശമല്ലോ വന്നിരിക്കുന്നത്. ആ തുക ആവർത്തിക്കുന്നു. അപ്പൊ ഇത്തരം പാലങ്ങളെല്ലാം പണിയാനുള്ള തുക പൊതുവിൽ നമുക്കില്ല. അതാണ് 2016 ഗവൺമെന്റ് ഭാവനാപൂർണമായി കിഫ്ബി എന്ന് പറഞ്ഞാല് ബഡ്ജറ്റിനപ്പുറത്ത് ബഡ്ജറ്റേതരമായി നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം സമാഹരിക്കുന്ന ഒരു പദ്ധതി. അതാണ് കിഫ്ബി. പണ്ടേ ഉണ്ട്. കിഫ്ബി നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. പണ്ടേ ഉള്ള കാര്യമാണ്. 2016 മുതലാണ് കേൾക്കാൻ തുടങ്ങിയത്. പണ്ടൊക്കെ പറയാത്ത ഇലക്ഷൻ കമ്മീഷൻ പണ്ടേ ഉണ്ട്. പക്ഷെ TNCS വന്നതിന് ശേഷമാണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നാലാൾ അറിയാൻ തുടങ്ങിയെന്ന് പറയുന്ന പോലെയാണ്. കിഫ്ബി പുതിയ കാര്യമില്ല, പണ്ടേ ഉള്ള സ്ഥാപനം. പക്ഷെ പണ്ടേ ഉള്ള കിഫ്ബിയെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്നത് 2016 ഗവൺമെന്റാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയും തോമസ് ഐസക് അതിന്റെ ധനകാര്യമന്ത്രിയുമായിരുന്ന കാലം. അപ്പോഴാണ് ഈ പദ്ധതിക്ക് വീണ്ടും ചെറുതുള്ളത്. കിഫ്ബി എന്ന ഭാവനാപൂർണമായ പദ്ധതി ഇടപെടലുമില്ലായിരുന്നില്ലെങ്കിൽ ശ്രീകാര്യം മേൽപ്പാലവും അതോടൊപ്പം തന്നെ ഇവിടെ പരാമർശിച്ച അതേ കരകുളത്ത് 1 കിലോമീറ്ററാണ് മേൽപ്പാലം വരാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നിന്ന് പോയി ഓരോ ദിവസവും പണി വേഗതയിലാകുകയാണ്. വെഞ്ഞാറമൂട് മേൽപ്പാലത്തെ കുറിച്ചും ആലോചിക്കാൻ പോലും സാധ്യമായിരുന്നില്ല. അപ്പോഴാണ് 2016 ഈ പദ്ധതിക്ക് വേഗതയേറിയത്. വേഗതയേറിയതിനു ശേഷമുള്ള കുരുക്കുകളെ കുറിച്ച്, പ്രശ്നങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചു. ഒട്ടനവധി പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രാരംഭ ദശ മുതൽ പിന്നിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട MLA-യുടെ നേതൃത്വത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ പദ്ധതിയെ നമുക്ക് പൂർണ്ണ വിജയത്തിലേക്ക് എത്താൻ കഴിയുക. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളിൽ ഗതാഗത നിയമനം ഉണ്ടാകും. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മറ്റ് ഉണ്ടാകുന്ന അനുബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. തീർച്ചയായും ആ സമയങ്ങളിൽ ഇവിടുത്തെ കച്ചവടത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കും. സ്വാഭാവികമാണ്. കാരണം ഇത് പണ്ടൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞതുപോലെ നമുക്ക് ആകാശത്ത് വെച്ച് പണി ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്, അതിന്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുകയും ആ സമയത്ത് ജനങ്ങളെ, ബന്ധപ്പെട്ട ആളുകളെയെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റിദ്ധാരണാപരമായ പ്രചരണത്തിനും വശപ്പെടാതെ നമ്മൾ ഒറ്റക്കെട്ടായി ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിനോടനുബന്ധമായ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അതും ഇപ്പോൾ ഇതിന് അനുബന്ധമായി നടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട MLA അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ഘട്ടത്തിൽ ഏറ്റെടുത്തവരെ കുറിച്ച് പറഞ്ഞു. ഏറ്റെടുത്ത നിർദ്ദേശിച്ചു പോയി. ഒട്ടനവധി ബന്ധങ്ങളായിരുന്നു. ഒടുവിൽ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും ഫലപ്രദമായി നടത്തി കുറേപ്പെട്ട ഒരാളുകൾ സൊസൈറ്റിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് ചെയർമാനുമായി തന്നെ ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 7-ാം തീയതി ചെയർമാന്റെ അവരുടെ തന്നെ ഒരു പ്രത്യേക പ്രൊജക്റ്റായി ഇതിനെ ഏറ്റെടുത്ത് കേരളത്തിൽ ULCC ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പദ്ധതികളുണ്ട്. അതിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന
ഒരു കലണ്ടർ നിശ്ചയിച്ച് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഏറ്റവും വേഗതയിലൂടെ പൂർത്തീകരിക്കാൻ പോകുന്ന പദ്ധതികളിൽ ഒന്നായി വെഞ്ഞാറമൂട് മേൽപ്പാലത്ത് മാറ്റണം എന്ന് അദ്ദേഹത്തോട് വ്യക്തിപരമായി അഭ്യർത്ഥിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 7-ാം തീയതി ബഹുമാനപ്പെട്ട MLA-യുടെ നേതൃത്വത്തിൽ യോഗം അത് സംബന്ധിച്ച് വിളിച്ചു ചേർക്കുകയും ചെയ്തു. UNCCയുടെ ചെയർമാൻ തന്നെ നേരിട്ട് ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തി. ഈ പരിപാടിക്ക് ഈ കമ്മിറ്റിക്ക് വേണ്ടി മാത്രമാണ് എത്തിയത്. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തു. ആയിരിക്കുന്നതിലാണ് മറ്റു ചില കാര്യങ്ങൾ കൂടി പെട്ടെന്ന് ക്ലിയർ ചെയ്യണമെന്ന് മനസ്സിലായത്. ഇങ്ങനെ അവർ തന്നെ ഒരു പരിപാടി ഇട്ട് അവരുടെ ഒരു പ്രൊജക്ട്, ഒരു കലണ്ടർ, കൗണ്ട് ഡൗൺ പ്രോഗ്രാം ഇട്ട് അവർ തന്നെ നിർമ്മാണ കമ്മിറ്റി തന്നെ മിന്നൽ വേഗതയിൽ ഈ പരിപാടി നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളാകെ പൂർത്തീകരിക്കണം എന്ന് തീരുമാനിച്ചവർ പോകുന്നുണ്ട്. തീർച്ചയായും നമ്മൾ ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. പഞ്ചായത്തുണ്ട്, ഇവിടുത്തെ വ്യാപാരികളുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മുടെ നാടിന്റെ മാറ്റം കണക്ടിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടേ സാധ്യമാവുകയാണ്. ഇവിടെ മന്ത്രി നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിന്റെ ഒരറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വരുന്ന വലിയ വികസനം. കേരളത്തിന്റെ റോഡുകൾക്കുണ്ടായ മാറ്റം ചെറുതല്ല. അതിൽ കിഫ്ബിക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ എല്ലാ നിർമ്മാണ പ്രവർത്തനം, അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണമില്ലാത്തൊരു പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് സ്ഥലമേറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്ഥലമേറ്റെടുക്കലായിരുന്നു. 2014 അധികാരത്തിൽ വന്ന പിണറായി സർക്കാരിനെ ഭാവി കേരളത്തിൽ രക്ഷപ്പെടുത്തപ്പെടാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങളിൽ അടയാളപ്പെടുത്താനുണ്ടാവും. പക്ഷെ ഏറ്റവും പ്രധാനമായി ചരിത്രം അടയാളപ്പെടുത്താൻ പോകുന്നത് ലാൻഡ് അക്വിസിഷൻ, സ്ഥലമേറ്റെടുക്കൽ എന്ന പ്രശ്നത്തെ കേരളത്തിൽ ഏറ്റവും ഫലപ്രദമായി പരിഹരിച്ച ഗവൺമെന്റ്, മുഖ്യമന്ത്രി എന്ന നിലയിലായിരിക്കും ശ്രീ പിണറായി വിജയനെ ഭാവി കേരളത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത്. യാതൊരു സംശയവും വേണ്ട. കാരണം എന്താ, ഇപ്പോൾ പൊതുപ്രവർത്തകരായ ഞങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വരുന്ന നിവേദനം എന്താണ്? ആ പ്രോജക്ടിന്റെ ഭാഗമായി എന്റെ കൂടി സ്ഥലം ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നാണ്. മുമ്പാണെങ്കിൽ എന്റെ സ്ഥലം അതിൽ വന്നിരുന്നതായിരുന്നു. ഇപ്പൊ ഇതുവഴി കടന്നു പോകുന്ന റിംഗ് റോഡ്, വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ്, പ്രശ്നമാണ്. സ്ഥലം ഏറ്റെടുക്കുന്നതൊന്നുമല്ല, നോട്ടിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ നടപടി ത്വരിതപ്പെടുത്തണം. ഇതാണ് ഉടമകളുടെ ആവശ്യം. ഏറ്റെടുക്കുന്നതെന്നല്ല, ഏറ്റെടുക്കൽ നടപടി ത്വരിതപ്പെടുത്തണം എന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും അത് തന്നെയാണ്. നമ്മുടെ വിളപ്പിൽ APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, നേരത്തെ മിനിസ്റ്ററോട് സൂചിപ്പിച്ചല്ലോ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ ഒരു കേസ് പോലും പെൻഡിങ്ങില്ല. ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്, മലപ്പുറത്ത് ഞാനൊരു പൊതുയോഗത്തിന് പോയപ്പോൾ എന്നെ ക്ഷണിച്ചറിയില്ല. എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. അപ്പൊ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആളെ എന്നോട് പറയാണ്, എന്റെ സ്ഥലവും ആദ്യം മാർക്ക് ചെയ്തപ്പോഴുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു അഡ്വാൻസ് കൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവസാനം അത് ചെറിയ വ്യത്യാസം എന്റെ സ്ഥലം എടുത്തില്ല. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരാളെ എടുത്തു. ആ എടുത്തവൻ പുതുതായി വെച്ച വീട് എന്നെ കാണിച്ചു തരാം. വലിയ വീട് വെച്ചിരിക്കുന്നത് ചെറിയ ഭാഗം പോയപ്പോ. കാരണം മോഹൻലയാണ് കൊടുക്കുന്നത്. റീഹാബിലിറ്റേഷനിൽ ഇത്രയധികം ഒരു പാക്കേജ് ജനങ്ങളോട് ചേർന്ന് ഒരു പാക്കേജ് ഇന്ത്യയിൽ വേറെടുക്കില്ല. അതുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കുന്ന ഒരു പ്രശ്നമല്ല. നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ വേഗതയിലാവുകയാണ്. ഒരേ സമയമാണ് മലയോര ഹൈവേ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലയോര ഹൈവേ, തീരദേശ ഹൈവേ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ദേശീയപാത പൂർത്തിയാക്കാൻ പോകുന്നു. ദേശീയ ജലപാത പ്രവർത്തനങ്ങൾ വലിയ വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നാടിന്റെ വികസനത്തിനുണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല. വിഴിഞ്ഞ പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമ്മുടെ നാടിന്റെ മുഖാകൃതി മാറുകയാണ്. വിഴിഞ്ഞം റിംഗ് റോഡ് കൂടി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തെല്ലാം ഉണ്ടാകുന്നത് വലിയ ഭൂമാണ്. അത് വെഞ്ഞാറമൂട് പാലം കൂടുതൽ കരുത്തുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വലിയ നിലയിലുള്ള ഭൂമാണ് വിഴിഞ്ഞം മുതൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ നെയ്യാറ്റിൻകര മുതൽ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലാകെ ആ റിയൽഎസ്റ്റേറ്റ് കാണാൻ കഴിയും. ഒരുപാട് കമ്പനികളാണ്. കേരളത്തിലുള്ളവർ മാത്രമല്ല, ഇന്ത്യയിലുള്ളവർ മാത്രമല്ല, വിദേശത്തുള്ള കമ്പനികൾ വരികയാണ്. ഏറ്റെടുക്കുകയാണ്. പുതിയ വലിയ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് വരികയാണ്. വൻകിട പദ്ധതികളും കമ്പനികളും നമ്മുടെ നാട്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ വെഞ്ഞാറമൂടോട് ചേർന്ന്, വെഞ്ഞാറമൂട് കൊണ്ട് ഇപ്പോഴും ഗ്രാമപഞ്ചായത്താണ്, ഗ്രാമമാണ്. പക്ഷെ നോക്കൂ, നഗരവൽക്കരണം അടുത്ത് വരികയാണ്. ഇതിനോട് തൊട്ടപ്പുറത്താണ് ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തോന്നയ്ക്കൽ. ടെക്നോ പാർക്കിന്റെ അടുത്ത ഘട്ട വികസനം മുഴുവൻ ഇങ്ങോട്ടാണ്. ഇതെല്ലാം നമുക്ക് അരികിലേക്ക് എത്തിച്ചേരാണ്. ജില്ലയാകെ വികസനമാണ്.
ജില്ലയിലാണ് ഇതിലൂടെ ഇത്രയും കാലത്തിനിടയിൽ ഉണ്ടായ തൊഴിലവസരങ്ങൾ എത്രയാണ്? നമ്മുടെ എക്കോണമിയിൽ ഉണ്ടായ ചലനം എത്രയാണ്? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെട്രോ മന്ത്രി പ്രസിഡന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ശ്രീകാര്യ മേൽപ്പാലം വിഭാവനം ചെയ്തത് മെട്രോ റെയിൽ ഓടാൻ കൂടി ഭാഗത്തിലാണ്. തിരുവനന്തപുരം മെട്രോ വൈകാതെ ആദ്യമായി പോകുന്നതെന്നാണ് എന്റെ അർത്ഥം. ഈ അർത്ഥത്തിൽ സർവതോന്മുഖമായ വികസന പ്രവർത്തനം ശക്തിപ്പെട്ടു വരുമ്പോൾ നമ്മുടെ നാടിന്റെ കണക്ടിവിറ്റി, നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങൾ, നമ്മുടെ നാട്ടിലെ അതിനോടനുബന്ധമായി വരുന്ന ബിസിനസ്, വ്യാപാര സ്ഥാപനങ്ങൾ, ഇതെല്ലാം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ കേരളം വലിയ തോതിൽ മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ഈ വരുന്ന മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ആശുപത്രി, ഞാൻ ആശുപത്രിയുടെ പേരുകൾ പറയുന്നില്ല, അതിൽ പല ആശുപത്രികളും ഈ കഴിഞ്ഞ മാസങ്ങളിലായി ബഹുരാഷ്ട്ര കൂട്ടങ്ങൾ എന്ന് പറയാവുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ അവർ വാങ്ങിക്കഴിഞ്ഞു. ഞാൻ ആശുപത്രികളുടെ പേരുകൂടെ പറയാൻ പോകുന്നില്ല. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട പല സ്വകാര്യ ആശുപത്രികൾ കേരളത്തിലാകെ മാത്രമേ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് കേരളത്തിലുണ്ടാകുന്ന ഈ വികസന കുതിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത്തരം സ്ഥാപനങ്ങളുടെയും നിക്ഷേപങ്ങളുടെയും ശ്രദ്ധയിൽ വരുന്നു എന്നുള്ളതാണ്. അവർക്ക് വരാൻ പോകുന്ന വികസനവും അതിന്റെ സാധ്യതകളും എത്രത്തോളമാണെന്ന് അവർക്ക് നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കി കാലേ കുട്ടിയുള്ള നിക്ഷേപങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് വിസിബിൾ ആണ്. ആ അർത്ഥത്തിൽ നമുക്കാകെ മാറേണ്ടതുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നമുക്ക് ഒരു ദിവസം നേരത്തെയാണെങ്കിൽ മന്ത്രിയുടെ പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട ഉറപ്പ് തന്നെയായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം നേരത്തെ വെഞ്ഞാറമൂട് മേൽപ്പാലത്തിന്റെ പണി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കേണ്ടത് അത്രയേറെ ആവശ്യമാണ് എന്ന് മന്ത്രി പറഞ്ഞത്. മന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ആ ഓഫീസിന്റെയും മുഖ്യ പരിഗണനയാണ് വെഞ്ഞാറമൂട് മേൽപ്പാലത്തിന്റെ പണി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരെ പൂർത്തീകരിക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട MLA അതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നു. നിർമ്മാണ കമ്പനി തന്നെ സ്വന്തം നിലയ്ക്ക് അങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി മുൻപോട്ട് പോകാൻ തയ്യാറാവുന്നു. നമ്മളെല്ലാവരും കൂടി ഇത് ചേർന്ന് കൊടുത്താൽ വളരെ വേഗതയിൽ ഒരു ദിവസം നേരത്തെ നമുക്ക് വെഞ്ഞാറമൂട് മേൽപ്പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ ഇതുപോലെ ഒരുമിച്ചിരിക്കാം. നമുക്ക് ആ പാത നേരിട്ട് കാണാം. നമുക്ക് ഗതാഗതക്കുരുക്കിൽ നിന്നൊരു ശാശ്വത പരിഹാരം യാഥാർത്ഥ്യമാക്കുകയും ചെയ്യാം. എന്തു തന്നെയായാലും പ്രിയപ്പെട്ട മുഴുവൻ പുതുവത്സരാശംസകൾ നേരുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഈ ഗവൺമെന്റിന്റെയും വെഞ്ഞാറമൂടുകാർക്കുള്ള 2025 പുതുവത്സര സമ്മാനമാണ് ഈ വെഞ്ഞാറമൂട് മേൽപ്പാലം ഈ ദിവസം എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിർത്തുന്നു. നമസ്കാരം.